ആഫ്റ്റർനൂൺ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും ഒരു 10 ആയി. നാളെ സ്കൂളുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കാമെന്ന്. എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈസിയാണ് മോർണിംഗിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനുവേണ്ടി വേണ്ട സാധനങ്ങൾ കുറച്ച് ഓർഗാനിക് ഓട്സ്, ആൽമണ്ട് മിൽക്ക്, പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ ചിയ സീഡ്സ്. എനിക്കൊരു ഫ്ലാക്സ് സീഡ് ഉണ്ടായിരുന്നു, കുറച്ചത് പൊടിച്ച് വെച്ചാണ്, അപ്പോൾ അത് എടുത്തു. ഒരു ജാറെടുത്ത് അതിലോട്ട് കുറച്ച് ഓട്സ്, കുറച്ച് ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്, മറ്റുള്ള നട്ട്സ് എല്ലാം ഇടുക. അപ്പോൾ ആക്ച്വലി ഞാനിത് കേട്ടിട്ടുണ്ട്, ഇത് നമ്മുടെ ഗട്ട് ഹെൽത്തിന് വളരെ നല്ലതാണെന്നേ. അപ്പം നമ്മുടെ ഗട്ട് ഹെൽത്ത് നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ ചില സമയത്ത് നമ്മൾ മറന്നു പോകാറുണ്ടെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഡൈജഷൻ, അതായത് 60-70% ഓഫ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്ഫുള്ളാണ് നല്ല ഹെൽത്തി ഗട്ടുള്ളത്. പിന്നെ നമ്മുടെ മെൻ്റൽ വെൽബീയിങ്ങിന് പോലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗട്ട് വളരെ നല്ലതാണ്. അതൊക്കെ ഞാൻ കുറച്ച് റീസെൻ്റ്ലിയാണ് മനസ്സിലാക്കിയത്. അപ്പോൾ മേടിച്ചെന്നാൽ ആദ്യം പിന്നെ കുറച്ച് യോഗട്ട് എടുക്കുക. ഇപ്പോൾ യോഗട്ട് എന്ന് വെച്ചാൽ പ്രോബയോട്ടിക്സ് ഉള്ള യോഗട്ടാണ്. അതും വളരെ നല്ലതാണ് ഈ ഗട്ട് ബാക്ടീരിയയ്ക്കൊക്കെ വേണ്ടി. അപ്പം ഇതെല്ലാം കൂടെ ഒരു ജാറിലോട്ടും എടുത്തു വെച്ചു. അന്ന് മിക്സ് ചെയ്യുക, ഫ്രിഡ്ജിൽ വെക്കുക. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.